ലൈറ്റ്സപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് എങ്ങനെ ഒരു റെസ്യൂം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ള വീഡിയോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യമായി ഇതിന് നിങ്ങൾ മൈ റെസ്യൂം എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്രീ സി വി മേക്കർ റെസ്യൂം ബിൽഡർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കിട്ടും. ആ ആപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനാണ്. അവിടെ നിങ്ങൾ എൻ്റർ റെസ്യൂം നെയിം ക്രിയേറ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പേര് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ലൈറ്റ്സപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ലൈറ്റ്സപ്പ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു റെസ്യൂം തയ്യാറാക്കുക. പിന്നെ ആ ടൈപ്പ് ചെയ്ത് അതിന് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് തന്നെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഇതെല്ലാം തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും മാത്രമാണ് നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ @gmail.com എന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ ജസ്റ്റ് ഇതിലൊരു ഇത് ഇടുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത് റെസ്യൂമർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നിങ്ങൾക്കാണ് കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ അക്കാഡമിക്, വർക്ക് എക്സ്പീരിയൻസ്, പ്രോജക്റ്റ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് കഴിയും. സോ അക്കാഡമിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാനത്, പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അക്കാഡമിക്കിൽ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതിൽ വർഷം, പിന്നെ കൂടാതെ ഏത് വർഷത്തിലാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത്, ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതുകൂടാതെ പെർസെൻറ്റേജും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ തൊട്ടിപ്പത് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സാധനവും തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. സോ നിങ്ങൾക്ക് അത് CGPA ആണ് ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾക്ക് A ആണോ A+ ആണോ അങ്ങനെ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ എന്താണോ സർട്ടിഫിക്കറ്റിൽ തന്നിരിക്കുന്ന ഗ്രേഡിംഗ് സിസ്റ്റം നിങ്ങൾ അതുപോലെ നിങ്ങൾ ആഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ആണെന്നുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ കോഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഡിഗ്രിയാണ്, ഡിപ്ലോമയാണ്, നിങ്ങൾ എന്താണോ കോഴ്സ് അപ്ലൈ ചെയ്തത് അത് മാത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് വർഷം, നിങ്ങളിപ്പോൾ 2010 പാസ്, 2010 മുതൽ 2012 വരെ നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടെങ്കിൽ അടുത്ത +2 12 മുതൽ 15 വരെ നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാം ഇയർ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ അടുത്തത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിം കാര്യങ്ങളെല്ലാം ഇതിൽ ആഡ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ കമ്പനി നെയിമും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. കാരണം നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത്, അതായത് ഇപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സേവ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ഡിപ്ലോമ എന്ന് കാണുന്നത് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ സേവ് ആകുമ്പോഴത്തേക്കും അടുത്ത വർക്ക് എക്സ്പീരിയൻസ് പിന്നെ പ്രോജക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ MBA കാർക്കൊക്കെ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് പ്രോജക്റ്റോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണോ കാര്യങ്ങൾ ചെയ്യുക. അടുത്തത് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്കിപ്പോൾ MS ഓഫീസിലൊക്കെ നിങ്ങൾക്ക് സ്കിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ MS ഓഫീസ്, എക്സൽ, അതിൻ്റെ തൊട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. പവർ പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ പവർ പോയിൻ്റ് അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ സേവ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ തരുന്ന ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ആഡായി പോവുകയാണ്. ഇപ്പം റെഫറൻസ് ഒന്നും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്തെങ്കിലും, ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്, കരിക്കുലം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യുക. എന്തായാലും റെഫറൻസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വേണമെന്നില്ല. ഫോട്ടോയും സിഗ്നേച്ചർ, നിങ്ങൾക്ക് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളും, പിന്നെ ഒബ്ജക്റ്റീവിൻ്റെ അവിടെ തൊട്ടിപ്പുറത്ത് ബ്രൗസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടു. അപ്പോൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഫീൽഡ്, ഫ്രഷർ, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. മാക്സിമം അത് വായിച്ചു നോക്കിയതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ്. സോ അതുകൂടാതെ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ സ്ഥലം ഏതാണോ അത് നിങ്ങളവിടെ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതെന്തിനാണ് ഈ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂം നോക്കുന്ന സമയത്ത് കമ്പനിക്ക് ഒരു പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ ഒരു വ്യൂ കിട്ടും. നല്ലൊരു CV തയ്യാറാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ലൊരു ജോലിയും നല്ല ശമ്പളത്തിനും നിങ്ങൾ പെട്ടെന്ന് സെലക്ട് ആവാൻ ഒരു റെസ്യൂമിന് സഹായിക്കും എന്നുള്ളതാണ്. കവർ ലെറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ കവർ ലെറ്റർ ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ആവശ്യമില്ല. കൂടുതലും ദുബായ് പോലുള്ള ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്താണ് കവർ ലെറ്റർ ചോദിക്കുന്നത്. ഇന്ത്യയിൽ ആരും കവർ ലെറ്റർ ചോദിക്കാറില്ല. സോ കവർ ലെറ്റർ വേണമെന്നില്ല. അത് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ല, അത് ആഡ് ചെയ്താൽ മതി. അടുത്തത് ജനറേറ്ററാണ്. ഇത്രയേ ഉള്ളൂ.
വേറെ കാര്യങ്ങളൊന്നുമില്ല. ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഫോർമാറ്റ് കിട്ടും. ഈ ആപ്പിൽ കളർ ഫോർമാറ്റും പിന്നെ കൂടാതെ ക്ലാസിക് ഫോർമാറ്റും ആയിട്ട്. കളർ ഫോർമാറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ, സിഗ്നേച്ചർ ഇതെല്ലാം നിങ്ങൾക്ക് വേണോ അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടിക്ക് മാർക്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ടാന്നുള്ളത് നിങ്ങൾക്കതെടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയതിന് ശേഷം ജനറേറ്റ് റെസ്യൂം എന്ന് കൊടുക്കുക. ജനറേറ്റ് റെസ്യൂം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ഓപ്ഷൻ കാണാം. അതായത് എങ്ങനെയാണ് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അതിൽ തന്നെ സേവ് ആവും. സേവ് ആയതിനു ശേഷം എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ചില പ്രൊഫൈലുണ്ട്, അതിപ്പോൾ ഫോട്ടോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ കാണിക്കണ്ട, ഇപ്പോൾ സിഗ്നേച്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ സിഗ്നേച്ചർ കാണിക്കണ്ട. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സ്വയം മൊബൈലിൽ തന്നെ നമുക്ക് ഈ ഒരു CV നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ എന്തായാലും ഈ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പോവുക, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ റെസ്യൂം ക്രിയേറ്റ് ചെയ്യുക. സോ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക.